നോക്കൌട്ട് സ്റ്റേജിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിൽ ബ്രസീൽ ഒരു ഫൈറ്റ് ബാക്ക് വിജയം നേടിയിരിക്കുകയാണ്. 2-1 എന്ന സ്കോറിൽ ജപ്പാനെ അവരെ തരിപ്പണമാക്കി തിരിച്ച് ഏഷ്യയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗെയിം ഓഫ് 2 ഹാഫ്സ്. ഫസ്റ്റ് ഹാഫ് കണ്ടത് ജപ്പാൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആ കഥ മാറി. ബ്രസീൽ കുറച്ചുകൂടെ ഉണർന്ന് കളിക്കാൻ തുടങ്ങി ആൻഡ് ദേ സ്റ്റാർട്ടഡ് അറ്റാക്കിങ്. കൂടുതൽ അറ്റാക്കുകൾ കൊണ്ടുവന്നു സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് 2 ഗോൾ അടിച്ചിട്ട് അവർ ജപ്പാനെ മുക്കിയത്. ഫസ്റ്റ് ഹാഫ് ഗെയിം തുടങ്ങി കുറച്ച് നേരമായി കഴിഞ്ഞപ്പോൾ ബ്രസീൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ പാസ് ചെയ്തിട്ട് ആ ഒരു കൺട്രോൾ കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ദറ്റ് വാസ് ജപ്പാൻ കൺട്രോൾ ഏറ്റെടുക്കുന്നു. കൂടുതൽ അവർ പ്രസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് 1-on-1s ഒക്കെ ബ്രസീലിനെ ഓവർകം ചെയ്തിട്ട് ജപ്പാൻ ആ 1-on-1s ഒക്കെ ഫൈറ്റ് ചെയ്ത് ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. സോ ദേ വർ ട്രൈങ് എവറിത്തിങ്. നല്ല രീതിയിലുള്ള പ്രസിങ്ങും ഒരു പ്രഷർ ഫുട്ബോൾ തന്നെയാണ് ജപ്പാൻ ഫസ്റ്റ് ഹാഫിൽ കാഴ്ചവെച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഗോള് സംഭവിക്കുന്നത്. ഒരു ബോള് പെട്ടെന്ന് കിട്ടി ഒരു ക്വിക്ക് ട്രാൻസിഷനിലാണ് ആ ഒരു ഗോള് സംഭവിക്കുന്നത്. കസമീറോനെ കടത്തിവെട്ടി ബോളുമായിട്ട് മുമ്പോട്ട് പോയി ഒരു പ്രോപ്പർ സ്ട്രൈക്ക് ഗോളിൽ കലാശിക്കുന്നു. അങ്ങനെ ആ ഗോള് വന്നതോടുകൂടി ജപ്പാൻ ഒരു പ്രതീക്ഷ നല്ല രീതിയിൽ കണ്ടു തുടങ്ങി. സോ ദേ വർ തിങ്കിങ് ഓക്കെ, ഒരു വലിയ അട്ടിമറി നടത്താനായിട്ടുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ഫസ്റ്റ് ഹാഫ് തുടരെ നല്ല രീതിയിലുള്ള അറ്റാക്ക് തന്നെ നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് അപ്പോൾ ബ്രേക്ക് ആയി കഴിഞ്ഞിരുന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. സോ വൺ ഗോൾ ലീഡുമായിട്ട് ജപ്പാൻ നിൽക്കുന്നു. അവർ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ബ്രസീലിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയ്ക്കും അങ്ങനെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു വല്ലാത്തൊരു ചിന്തയായിരുന്നു, ലൈക്ക് വെദർ ബ്രസീൽ സെക്കൻഡ് ഹാഫിൽ ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റുമോ, അത് ജപ്പാനെ അറ്റാക്ക് ചെയ്തിട്ട് അത് ഗോൾ തിരിച്ച് പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. സോ എന്തൊക്കെ ചേഞ്ചുകളായിരിക്കും വരുത്താൻ പോകുന്നത് എന്നുള്ളൊരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ മേ ബി കസമീറോനെ വലിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു യെല്ലോ കാർഡുമായിട്ട് നിൽക്കുന്നതാണ് ആൻഡ് വേറെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മൈൻഡിൽ. സോ അങ്ങനെ ആയിരിക്കും ആൻസലോട്ടി കൊണ്ടുവരിക എന്നുള്ള ഞാൻ വിചാരിച്ചത്. പക്ഷേ കസമീറോനെ വലിച്ചില്ല, അവിടെ തന്നെ വെച്ചു. ആൻഡ് പെക്കറ്റിനെ വലിച്ചിട്ടാണ് കളി തുടങ്ങിയത്. സോ സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞിരുന്നപ്പം ഗതി ഒരു ചെറിയ രീതിയിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ദാറ്റ് വാസ് ബ്രസീൽ കൂടുതൽ ബോളുകൾ ക്രോസ് ആയിട്ട് ബോക്സിൻ്റെ അകത്ത് ഇടാൻ തുടങ്ങി. സോ ലോങ് ക്രോസുകളൊക്കെ വന്നു തുടങ്ങി. ലൈക്ക് ദേ വർ പുട്ടിങ് ബോൾസ് കോൺസ്റ്റന്റ്ലി ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു മൈൻഡ് ഇതിൽ വന്നത്. സോ ടാക്ടിക്സിലൊരു മാറ്റം ആൻസലോട്ടി എന്തായാലും കൊണ്ടുവന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ജപ്പാൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേച്ചർ അവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഹൈറ്റുള്ള പ്ലെയേഴ്സും കാര്യങ്ങളൊന്നുമല്ല. സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവരുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാനായിട്ടുള്ളൊരു ശ്രമമായിരിക്കാം ഇത് എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ദേ വർ ട്രൈങ് ടു പുട്ട് ഇൻ ക്രോസസ്. അപ്പോൾ കൂടുതൽ ഹൈറ്റുള്ള പ്ലെയേഴ്സ് അത് ചാൻസ് മുതലാക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. സോ ആ ഒരു ഗെയിം പ്ലാനിൻ്റെ മുന്നോടിയായിട്ടാണ്, അല്ലെങ്കിൽ ആ ഗെയിം പ്ലാൻ വെച്ചിട്ടാണ് ഗബ്രിയൽ ആ ഒരു സൂപ്പർ ക്രോസ് കൊടുക്കുന്നു. ആൻഡ് കസമീറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞ സീസണിൽ എത്രയധികം ഗോൾസ് ഹെഡറിലൂടെ സമ്മാനിച്ച് പല വിജയങ്ങളും നേടിത്തന്ന കാസി ആ ഒരു പ്രോപ്പർ ഒരു ബുള്ളറ്റ് ഹെഡർ നടത്തിയിട്ട് ആ ഒരു ഗോള് അടിക്കുന്നു. സോ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ആൻസലോട്ടി യു ആർ എ ജീനിയസ്. ആൻസലോട്ടിക്ക് ഈസി ആയിട്ട് കസമീറോനെ വലിച്ചിട്ട് വേറെ ഏതെങ്കിലും പ്ലെയറിനെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഈ അണ്ടർസ്റ്റുഡ് ഈ ടീമിൽ ഗോൾ അടിക്കാൻ, പ്രത്യേകിച്ച് ഹെഡർ ഗോൾ അടിക്കാനായിട്ടുള്ള പ്ലെയേഴ്സിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് കാസി. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലാൻ കൂടുതൽ ബോൾ ബോക്സിലേക്ക് ഇടുന്ന ഒരു ഇത് വെച്ചിട്ട് കാസിയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗോൾ അടിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് കാസിനെ കീപ്പ് ചെയ്തു. സാധാരണ യെല്ലോ കാർഡുള്ള ഒരു പ്ലെയറിനെ, പ്രത്യേകിച്ച് കാസിനെ പോലുള്ളൊരു പ്ലെയറിനെ വലിക്കേണ്ടതാണ്. കാരണം ഒരു യെല്ലോ കാർഡ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ റെഡിലോട്ട് മാറാം. സോ അത് ടീമിനെ ബാധിക്കേണ്ടതാണ്. പക്ഷേ ആൻസലോട്ടിയുടെ ബുദ്ധി അവിടെയാണ്. സോ ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് കസി ആ ഗോൾ അടിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ തുടരെ ബ്രസീൽ ആക്രമണം. ആൻഡ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ജപ്പാൻ പ്രതിരോധത്തിലായി. ആൻഡ് ദേ വർ നോട്ട് ഏബിൾ ടു മൂവ് ഫോർവേഡ്. അങ്ങോട്ട് ഈ ലോയിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായി. കാരണം ഫുൾ പ്രഷറിൽ തന്നെയാണ് ബ്രസീൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് തുടരെ. വിനി ജൂനിയറിന് ആ ഒരു സൂപ്പർ ചാൻസ് കിട്ടിയതാണ്. ആൻഡ് വിനി ജൂനിയർ എന്നുള്ളൊരു പ്ലെയറിൻ്റെ മാസ്മരികത അതാണ്. ഒറ്റയ്ക്ക് കിട്ടിയ ബോളുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ഡിഫൻഡേഴ്സിന് രണ്ടുപേരെ ഒന്ന് വെട്ടി തിരിഞ്ഞ് മാറി അടിക്കുന്നു. ആ ഗോൾ കീപ്പർ സുസൂക്കി ആ ഒരു സേവ് നടത്തിയിട്ട് ബോൾ നേരെ പോയി
ഗോൾ പോസ്റ്റിൽ തട്ടിയിട്ട് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പിൽ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ഗോള് അവിടെ കണ്ടേനെ, ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. അങ്ങനെ തുടരെ ആക്രമണം വന്നു. ആൻഡ് പ്രതിരോധത്തിലായിട്ടുള്ള ജപ്പാന് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അവിടെയാണ് എനിക്ക് തോന്നുന്നത് ദ ജപ്പാൻ മാനേജർ കുഡ് ഹാവ് മെയ്ഡ് സം ചേഞ്ചസ്, കുറച്ച് മാറ്റങ്ങൾ. ഇപ്പം ചാനൽസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ശ്രമിക്കായിരുന്നു. ആൻഡ് കുറച്ച് ലോങ് ബോൾ, കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം പേസ് ഉണ്ടായിരുന്നു ജാപ്പനീസ് പ്ലെയേഴ്സിന്. അപ്പോൾ ആ ഒരു പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് കുറച്ച് ലോങ് ബോളുകൾ കൊടുത്ത് അറ്റാക്ക് കുറച്ചൊന്ന് വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമം നടത്തായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടില്ല. ആൻഡ് അതൊരു പ്രതിരോധത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമാണ് ജപ്പാൻ പോയത്. ആൻഡ് എനിക്ക് തോന്നുന്നു അവർ കളി മുമ്പോട്ട് കൊണ്ടുപോയതിന് ശേഷം മേ ബി ഒരു എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കാം അവർ ആ ആക്രമണമോ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എടുക്കാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മൈ ബി തെറ്റായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നിയതാണ് ദേ വുഡ് ബി തിങ്കിങ് ഓക്കെ നമുക്കൊരു എക്സ്ട്രാ ടൈമിൽ കൊണ്ടുപോയിട്ട് അവിടെ നോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം. പക്ഷേ ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. അവസാനം ആ ഒരു മിസ്റ്റേക്കിൽ, ടെനാക്ക വരുത്തിയ മിസ്റ്റേക്കിൽ നിന്നും ബ്രൂണോ ഗിമാരസ് അവരുടെ ഇപ്പം ടീമിൽ ഏറ്റവും ഒരു 100% എഫേർട്ടും ഫുൾ ഹാർട്ടുമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ബ്രൂണോ ഗിമാരസ്. ന്യൂകാസിലിൽ കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇതാണ്, ബ്രൂണോ ഗിമാരസ് എപ്പോഴും ഒരു എന്താ പറയുക 100% കൊടുക്കും. അതിന് വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ഗിമാരസിനെ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ആ ബോൾ തട്ടിയെടുത്ത് അതുമായിട്ട് പോകുന്നു. ആ ലാസ്റ്റ് മിനിറ്റുകളാണ്. അപ്പം ഏതൊരു പ്ലെയർ നമ്മൾ ഫാൻസിന് ചിന്തിക്കുന്ന പറഞ്ഞാൽ ഷോട്ട് എടുക്കാം, നമ്മൾ വിചാരിക്കും ഓക്കെ ബ്രൂണോജി അവിടെ നിന്ന് കട്ട് ചെയ്ത് അകത്തോട്ട് കയറി മേ ബി ഒരു ഷോട്ട് എടുക്കും, കാരണം അതാണ് ഒരു സാധ്യത. പക്ഷെ ആ എക്സ്പീരിയൻസ് അവിടെയാണ് വരുന്നത്. സോ അവിടെ ഷോട്ട് എടുക്കുന്നതിന് പകരം അവിടെ ഫ്രീ ആയിട്ട് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടിട്ട് അവിടെ മാർട്ടിനെല്ലിക്ക് ആ ബോള് കൊടുക്കുന്നു. മാർട്ടിനെല്ലി ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ട് അവർ വിജയത്തിലെത്തിക്കുന്നു. സോ എന്താ പറയുക, ബ്രസീലിയൻ സാമ്പാ താളം തുടരും, അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. നെയ്മറിനെ പരീക്ഷിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ അതും ഒരു മാസ്റ്റർ ടാക്ടിക്സ് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു വെച്ചാൽ ആൻസലോട്ടിക്ക് ആ ഒരു പ്രഷറില്ല. ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസിന് റൊണാൾഡോനെ ടീമിൽ ഇറക്കിയേ പറ്റൂ എന്നുള്ളൊരു പ്രഷർ നമ്മുടെ ആൻസലോട്ടിക്കില്ല. കാരണം അങ്ങനത്തെ ഉള്ളൊരു മാനേജറൊന്നും അല്ല, ടോപ്പ് മാനേജറാണ്. ഇനിയിപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻസലോട്ടി ആണ് പോർച്ചുഗലിൻ്റെ കോച്ചെങ്കിൽ ഇപ്പോൾ ആൻസലോട്ടി വിചാരിക്കുന്നു റൊണാൾഡോ പുറത്തിരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഷറും ഇല്ലാതെ ആൻസലോട്ടി റൊണാൾഡോനെ പുറത്തിരുത്തും. അത്രയും ഇതായിട്ടുള്ളൊരു മാനേജറാണ്, ഒരു പവർ മാനേജറാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നെയ്മറിനെ വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ തൽക്കാലം പുറത്തിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് നെയ്മറിനെ പുറത്തിരുത്തിയതും അതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടീമിൽ നെയ്മർ വേണ്ട, അല്ലെങ്കിൽ നെയ്മറിൻ്റെ ആവശ്യം അത്രയ്ക്ക് വരുന്നില്ല എന്ന് ആൻസലോട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഗെയിമിൽ കളിപ്പിച്ചു ആൻസലോട്ടി, അപ്പം ഒരു മീഡിയ ഒരു ഇതുണ്ടായിരുന്നു. സോ ആ ഗെയിം കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കാം ആൻസലോട്ടി വിചാരിച്ചത് ഓക്കെ ഫൈൻ, നെയ്മർ ആ ഒരു ലെവലിലല്ല. ഈ ടീമിന് കുറച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് കണക്ക് പരിക്കിൻ്റെ വക്കത്ത് നിന്ന് കളിക്കുന്ന ഒരു പ്ലെയറുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും എന്ന് ആൻസലോട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാകും. സോ ഈ തോട്ട് ഓക്കെ ഫൈൻ, ലെറ്റ് നെയ്മർ ബി ദെയർ, നമ്മുടെ അത്യാവശ്യം പ്ലെയേഴ്സ് ഉണ്ട് കളിക്കാമെന്നുള്ളതാണ്. സോ എനിവേസ് ദേ ആർ ഇൻ ടു ദ നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടീമിൽ ഏറ്റവും എന്താ പറയുക, അവരെ പിടിച്ച് താഴോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. സോ ബ്രൂണോ ഗിമാരസ് അത്യാവശ്യം നല്ല പ്ലെയർ ആണെങ്കിൽ പോലും പേസ് ഇല്ല. കാസമീറോ അതേ കണക്ക് തന്നെയാണ്, അത്യാവശ്യം നല്ല പ്ലെയർ ആണ്, ഹെൽപ്പ് ചെയ്യുന്ന ഇതാണെങ്കിൽ, പക്ഷെ ആ ഒരു പേസ് കീപ്പ് ചെയ്യുന്നില്ല. പെക്കറ്റയും അതേ കണക്ക് തന്നെയാണ്. സോ ഒരു ഫിസിക്കാലിറ്റി ഉണ്ട്, പക്ഷെ ഈസിലി ബീറ്റൺ ആകാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡുമായിട്ടാണ് ബ്രസീൽ കളിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അത്യാവശ്യം പേസ് ഉള്ള ടീംസ്, ഇപ്പം മിഡ്ഫീൽഡിലൊക്കെ നല്ല രീതിയിൽ പേസിൽ കളിക്കുന്ന ടീംസ് ബ്രസീലിൻ്റെ ഈ ഒരു പോരായ്മ യൂട്ടിലൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള നോക്കൗട്ട് ഈ നോക്കൗട്ടിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പം വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും കളികളിൽ ഓരോ ടീമും കൊണ്ടുവരുന്നത്. സോ ഐ തിങ്ക് ബ്രസീലും അതേ കണക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വേറെ ഏത് പ്ലെയർ വന്നാൽ ആ ബെറ്റർ ആവുന്നുള്ളൂ. ഫെബിനിയോ ഒക്കെ ആണെങ്കിലും അതേപോലെ തന്നെ ഇവരെല്ലാവരും ഓൾഡ് ലെഗ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അത് ബ്രസീലിനെ ചിലപ്പോൾ ഒന്ന് താഴോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ ആകാൻ ചാൻസ് ഉണ്ട്. ബ്രസീലിൻ്റെ അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ ഗെയിമിൻ്റെ വിന്നേഴ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഗെയിമിൽ ചിലപ്പോൾ നോർവേ ആയിരിക്കാം വിന്നേഴ്സ് ആകാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ബ്രസീൽ നെക്സ്റ്റ് കുഡ് ബി പ്ലേയിങ് അഗെയിൻസ്റ്റ് നോർവേ ഗെയിം എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിരിക്കില്ല. കാരണം അത്യാവശ്യം അവർ നോർവേയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ മേഖലകളിലും അവർക്ക് നല്ല പ്ലെയേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഡാർക്ക് ഹോഴ്സസ് ആകാൻ വരെ
സാധ്യതയുള്ള ഒരു ടീമാണ് നോർവേ. കാരണം അത്യാവശ്യം അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പം ഹാളൻഡ് ആയാലും ഓഡഗാർഡ് ആയാലും ഇങ്ങനത്തുള്ള പ്ലെയേഴ്സിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അവർ ഈ ഒരു ഗെയിമിലേക്ക് വരുന്നത്. സോ ഐ തിങ്ക് ബ്രസീലിന് ഒട്ടും ഈസി ആകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എനിവേസ് എന്തായാലും ബ്രസീൽ അടുത്ത റൗണ്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് വി നീഡ് ബ്രസീൽ വേൾഡ് കപ്പിൻ്റെ ഒരു നെക്സ്റ്റ് നെയിമാണ്. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ബ്രസീലിൻ്റെ ആ മഞ്ഞക്കുപ്പായോ അതെല്ലാം നമുക്ക് കാണാനായിട്ട് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഫാക്ടറാണ്. സോ ഇതാണ് ബ്രസീൽ ഗെയിമിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ അനാലിസിസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.